എല്ലാവർക്കും ടേൺ ടു സക്സസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക. ഓക്കെ, ABC ഗോളാന്നിട്ടില്ല. 42ാം ഭേദഗതി നമുക്കറിയാം, ചെറിയ ഭരണഘടനയാണ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, അതെന്താ മൗലിക കടമകൾ. അതുപോലെ 44ാം ഭേദഗതി ഏതാണ്? വകുപ്പ് 300 സ്വത്തവകാശമായിട്ട് ബന്ധപ്പെട്ട് 1978 73ാം ഭേദഗതി എന്താണ്? 11ാം പട്ടിക ത്രിതല പഞ്ചായത്ത് അല്ലേ. അപ്പോൾ ഉത്തരം ശരിയായിട്ട് മാച്ച് ചെയ്യുമ്പോൾ 1 D2 വരും. അതുപോലെ 2 എന്ത് വരും? 2 ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? 1 D2 ഒക്കെ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഏതാ വരിക? ഏതാണ്? ഓപ്ഷൻ D ആണ് എന്ത് വരിക? ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഈ കൊടുത്തിട്ടുള്ള വിദ്യാഭ്യാസം, വനം, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും, ഇതെല്ലാം ഏത് ലിസ്റ്റിലാണ് വരിക? ഈ പറഞ്ഞ കൺകറന്റ് ലിസ്റ്റിലാണ് വരിക. SCRT പോയിന്റ് ആണ്, പുതിയ SCRTയിലെ പോയിന്റ് ആണ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ B ആണ് ഇതിൻ്റെ ഉത്തരം വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1, രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. നമുക്കറിയാം രാജ്യസഭയുടെ കാലാവധി എന്തല്ല? 6 വർഷമല്ല, സ്ഥിരം സഭയാണ്, അതുകൊണ്ട് അത് തെറ്റാണ്. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP ഫസ്റ്റ് ദി പോസ്റ്റ് സമ്പ്രദായത്തിലൂടെയാണ്. ആണോ? അല്ല, ലോകസഭയിലാണ് FPTP വരിക. രാജ്യസഭയിൽ പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യമാണ് വരിക. രാജ്യസഭാംഗമാവണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയാണ്. 35 അല്ല, 30 വയസ്സാണ് വരിക. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ. ഹൗസ് ഓഫ് ദി പീപ്പിൾ ലോകസഭയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് എന്ത് വരിക? രാജ്യസഭ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ പ്രസ്താവനകളും എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ D ആണ് ഉത്തരം വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാം. അത് വിവേചനാധികാരമാണ്. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. അതും എന്താണ്? വിവേചനാധികാരമാണ്. രാഷ്ട്രപതിക്ക് പോക്കറ്റ് വീറ്റോ അധികാരമുണ്ട്, അതും വിവേചനാധികാരമാണ്. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കുന്ന അധികാരം, അത് വിവേചനാധികാരമല്ല, അതെന്താണ്? അപ്പോൾ എന്താണ്? 4 മാത്രമാണ് അതിൽ തെറ്റായിട്ട് വിവേചനാധികാരത്തിൽ പെടാൻ. അപ്പോൾ എന്നാൽ ഓപ്ഷൻ A ആണ് ആൻസർ വരിക. 4 ഓൺലി. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയത് ഏതാണ്? 104ാം ഭേദഗതിയാണ് അല്ലേ. ഈ 104ാം ഭേദഗതിയിലൂടെ തന്നെയാണ് എന്ത് ചെയ്തത്? SC/ST സംവരണം എന്ത് ചെയ്ത് 10 വർഷത്തേക്കും കൂടി നീട്ടിയത്. അടുത്ത, നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ് ആണ് ഇത്. അത് ഓപ്ഷൻ C ആണ് വരിക. ഏതാണ്? കാർബൺ ക്രെഡിറ്റ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? ഓപ്ഷൻ D ആണ് ആൻസർ വരിക. എന്താണ്? ജീവനി. ഓപ്ഷൻ D ജീവനി. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യുന്നു? ഓപ്ഷൻ B ആണ് അത് വരിക. കുറയുന്നു. ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യുന്നു? കുറയുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഇത് സ്ഥിരം എക്സാമിന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം വക്രതാ ദൂരത്തിന്റെ പകുതിയാണ് എന്ത് വരിക? ഫോക്കസ് ദൂരം വരിക. അപ്പോൾ 15ന്റെ പകുതി 7.5 ആണ്. അപ്പോൾ ചാടിക്കേറി ചെയ്ത് ഉത്തരം ചെയ്ത് ഓപ്ഷൻ D 7.5 ചെയ്താണ് സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ സെന്റിമീറ്റർ ആണ്, ഇത് മീറ്റർ ആണ്. അപ്പോൾ 7.5 സെന്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ സെന്റിമീറ്റർ 7.5 സെന്റിമീറ്റർ കൊണ്ട് എത്രയാണ്? 0.075 മീറ്റർ ആണ്. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തിനോട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10ാമത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ B ആണ്. മാലൂസ് നിയമമാണ്. അതുപോലെ തന്നെ ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ B ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? ഓപ്ഷൻ C ആണ്. ആരാണ്? നെപ്പോളിയൻ ആണ്. 13, ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, അത് ശരിയാണ്. 1927 ലാഹോർ സമ്മേളനം 1929 അത് തെറ്റാണ്. 1932 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ തീരുമാനിച്ചു. 32 അല്ല വരിക, 1930 ജനുവരി 26 വരിക. അപ്പം 2, 3 തെറ്റാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു, അത് ശരിയാണ്. അപ്പോൾ ഏത് ആൻസർ വരിക? 13ന്റെ ആൻസർ ചെയ്തത് ഓപ്ഷൻ B ആണ്. 2, 3 എന്താണ്? തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് ആണ്. 1857 1ാം സ്വാതന്ത്ര്യ സമരവും അതുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളെയും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ്? 1 ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയാണ്? ഡൽഹിയിലാണ് നേതൃത്വം കൊടുത്തത്. ഷാമല എവിടെയാണ്? ബറൌട്ടാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മൗലവി അബ്ദുള്ള എവിടെ വരിക? ഫൈസാബാദ്. ബീഗം ഹസ്രത്ത് മാൽ ലക്നൗ. ഏതാ വരിക? അപ്പോൾ 1
സി ആണ്. ഏതാ വരിക? 1C 2D 1C 2D വരുന്നത്. അതുപോലെ 3, അപ്പോൾ 3 കൂടി 3A ആണ് വരിക. അതേതാ വരിക? 3A വരുന്ന ഓപ്ഷൻ ഡി ആണ് എന്ത് വരിക? ഉത്തരം വരിക. 15ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ പണ്ടാരപ്പട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. ഓപ്ഷൻ ബി ആണ്. 16ാമത് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇന്ത്യയിലെ നിയമസഭ, ലോകസഭ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. അത് ശരിയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും എന്ത് ചെയ്യാൻ പാടില്ല? ചോദ്യം ചെയ്യാൻ പാടില്ല. അതും ശരിയാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്നത് 1951. അപ്പോൾ എന്താണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ ഏതാണ്? 280 ആണ്. അത് ശരിയാണ്. ഇതിന്റെ കാലാവധി 5 വർഷം. ശരിയാണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ ആസ്ഥാനം മുംബൈ ആണ്. അത് തെറ്റാണ്. മുംബൈ അല്ല ആസ്ഥാനം വരിക. എവിടെയാണ്? ഡൽഹിയിലാണ്. അരവിന്ദ് പനഗരിയാണ് ഇതിന്റെ ചെയർമാൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ NK സിംഗ് തന്നെയാണ്. 2026 വരെ NK സിംഗ് തന്നെയാണ് വരിക. 26 ഏപ്രിൽ 1 അരവിന്ദ് പനഗരി അധ്യക്ഷനായിട്ട് വരിക. പക്ഷെ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി മാത്രമേ ഇതായിട്ട് മാച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഏത് ചെയ്താൽ 1, 2, 4 ശരിയെന്ന് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് 18ാമത് ക്വസ്റ്റ്യൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം. ശരിയാണല്ലേ? 369 രൂപയ്ക്കാണ് ഇപ്പോൾ വേതനം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. അതും ശരിയാണ്. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശിക ജോലികൾ നൽകണം. അതും ശരിയാണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. ഇവയെല്ലാം ശരിയാണ്. 1, 2, 3 ശരി. 19ാമത് ക്വസ്റ്റ്യൻ, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ഓപ്ഷൻ എ എത്രയാണ്? 15 അംഗങ്ങൾ. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരെ കണക്കാക്കുന്നതിനാണ്? ഓപ്ഷൻ ബി 60 വയസ്സ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ വല്ലാത്തത് ഏതാണ്? ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദന പദ്ധതി. ജൈവ കൃഷി രീതി അല്ല വരിക. എന്താണ്? മിശ്ര കൃഷിയാണ്. മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ എന്ത് ചെയ്യുക? കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അത് SCRT ആണ്. ബാക്കിയൊക്കെ SCRT പറയുന്ന പോലെയാണ്. 21A ആണ് ആൻസർ. ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? ഏതാണ്? നമുക്കറിയാം സേവന മേഖലയാണല്ലോ. അപ്പോൾ ഏതാണ് സേവന മേഖല? ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഏതാണ്? തൃതീയ മേഖലയാണ് വരിക. ഹിൽട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ട് വെച്ചാൽ നമ്മൾ എന്തോ RBI രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് വരിക? ഹിൽട്ടൺ യങ് കമ്മീഷൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26-ാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഏത് ഭാഗത്താണ് ഇത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഭരണഘടനയിലെ ആമുഖത്തിലാണ്. ആമുഖത്തിൽ പരാമർശിക്കുന്ന തീയതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കൂല. 1949 നവംബർ 26-ാം തീയതി എന്നൊക്കെ പറഞ്ഞു പഠിക്കൂല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. അതാണ് ആമുഖം. 25ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. സൈനികമോ വിദ്യാഭ്യാസപരമോ? ഇത് കുറച്ച് ആർട്ടിക്കിളാണ്. 18, 14, 17, 23. കൂട്ടത്തിൽ പെടാത്തതെന്ന് ചോദിച്ചാൽ ഏതാണ് വരിക? ഇതിൽ 18, 17, 23 ഒക്കെ ഭാഗം 3 മൗലിക അവകാശങ്ങൾ വരുന്നതാണ്. പക്ഷേ ഈ വകുപ്പ് 14 അല്ലേ? ഏകി എന്താണ്? യൂണിഫോം സിവിൽ കോഡ് വരുന്നതാണ്. മാർഗനിർദ്ദേശക തത്വം. അപ്പോൾ ഏതാണ്? കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? 25 ഓപ്ഷൻ ബി ആണ് വരിക. 26ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മല, കൊല്ലം ജില്ലയിലാണ്. അത് ശരിയാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. നമുക്കറിയാലോ കുണ്ടറ വിളംബരം. അപ്പോൾ 1ഉം 2ഉം ശരി നീട്ടി. ഓപ്ഷൻ നോക്കുക. ഇതിലെല്ലാം 2 ശരി എന്നുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തുള്ളൂ. അതുകൊണ്ട് 3 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത പ്രസ്താവന വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. 1ഉം 2ഉം ശരി. അതെന്ത് ചെയ്യുക? ഡയറക്റ്റ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അല്ലെ, ഭാരത സർക്കാരിന്റെ ജോഗ്രഫിയൽ പേറ്റന്റ് ടാഗ് ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. അത് ശരിയാണ്. JC ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആരാണ്? ആറന്മുള പൊന്നമ്മയാണ്. പിന്നെ കിട്ടിയത് ഷീലക്കാണ്. 2 വനിതകൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, എന്താണ്? അപ്പോൾ അതും ശരിയാണ്. ഒളിമ്പിക് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായികതാരാണ്? തോമസ് മത്തായി വർഗീസ്. അതും എന്താണ്? ശരിയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് പത്തനംതിട്ട സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? ആറന്മുളയാണ്. അപ്പോൾ എന്താണ്? എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. അല്ലെ, ഏതെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. സാരഞ്ജനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. ഇത് അറിയണമെന്നില്ല. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ ആരംഭിച്ചു. ഇതൊന്ന് ഓർത്തിരിക്കുക. അതുമായി ബന്ധപ്പെട്ട ആളാണ് ആര് വരിക? നമ്മൾ ആരാണ്? അറാവു സാഹിബ് എന്ന് ഓർത്തുന്നാൽ മതി. ഓപ്ഷൻ സി ആണ്. 28 ഓപ്ഷൻ സി ആണ്. ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്.
അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അധികം ആൾക്കാരും സ്കിപ്പിലേക്ക് പോയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. മോബി ഗേൾസിനൊക്കെ ആണെങ്കിൽ സ്പോർട്സ് ആയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇത് മോബി ഒരു റാങ്ക് മേക്കിംഗ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ICC ചാമ്പ്യൻസ് ട്രോഫിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 2002, 2003, 2025 വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ 3 തവണ ഇന്ത്യ 3-ാം തവണയാണ് കിട്ടിയത്. അപ്പോൾ 2002 ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് കിരീടം നേടിയത്. അപ്പോൾ 2013 ശരിയാണത്. ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു രാജ്യം ഓസ്ട്രേലിയ. നമ്മൾ പഠിക്കുന്നത് ഇന്ത്യക്ക് മാത്രമാണ് 3 പ്രാവശ്യമെങ്കിൽ, ഓസ്ട്രേലിയക്ക് 2 തവണ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് തെറ്റാണ്. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. ആദ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി 1998 ലഭിച്ചായിരിക്കും സൗത്ത് ആഫ്രിക്കയ്ക്ക്. അപ്പോൾ ഇതും തെറ്റാണ്. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000 ആണ്. അതുകൊണ്ട് ഇത് അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 2, 3 തെറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കോവൻട്രി. അത് ശരിയാണ് അല്ലേ. ഇപ്പോൾ എന്താണ്, തോമസ് ബാച്ചിന് പകരം വന്ന ആളാണ് ക്രിസ്റ്റി കോവൻട്രി. നമീബിയ അല്ല, എന്താണ്, സിംബാബ്വേക്കാരിയാണ്. ഏതാണ്? സിംബാബ്വേയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജയാണ്. അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. അതുപോലെ തന്നെ മുൻ ബാഡ്മിൻ്റൺ താരമല്ല, സ്വിമ്മിംഗ് താരമാണ്. ഏതാണ്? സ്വിമ്മിംഗ് താരമാണ്. എന്താണ്? നീന്തൽ താരമാണ്. അപ്പോൾ ഏതാണ് വരിക? ശരിയായിട്ട് വരിക 30. ഏതാണ് ആൻസർ ആയിട്ട് വരിക? 30. എന്താണ്? ഓപ്ഷൻ 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ സി ആണ്. ആരാണ്? സജി ചെറിയാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കും. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. അത് ശരിയാണ് അല്ലേ, നമ്മൾ പഠിക്കും അല്ലേ. അതുപോലെ തന്നെ മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തെക്കാൾ കൂടുതൽ ആയിരിക്കും. അതും ശരിയാണ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ എയും ബിയും ശരിയാണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ശരിയായ വിശദീകരണമാണ്. അതുകൊണ്ടാണ് ഉപ്പ് തടാകങ്ങൾ അവിടെ കാണപ്പെടുന്നത്. അത് അപ്പോൾ എന്താണ്? 32 എ ആണ് ആൻസർ വരിക. നെക്സ്റ്റ്, ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നിഫെ എന്ന് പറഞ്ഞു കൊടുക്കുക. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇരുമ്പും നിക്കലുമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഒന്നാമത്തെ, ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അത് ശരിയാണ്. അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജലമല്ല, ഉഷ്ണജല പ്രവാഹമാണ്. അത് തെറ്റാണ്. അതുപോലെ തന്നെ എന്താണ്? ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം, അതും തെറ്റാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹം, അതും അത് ശരിയാണ്. അപ്പം എന്താണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം എന്താണ്? തെറ്റാണ്. 2ഉം 3ഉം തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ഏതാണത്? ഓപ്ഷൻ സി ആണ്. ഏതാണ്? ഇടുക്കിയാണ് വരിക. അതുപോലെ തന്നെ 56ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്പാഡെക്സ് ആണ്. ഏതാണ്? സ്പാഡെക്സ്. ഓപ്ഷൻ ഡി ആണ് സ്പാഡെക്സ്. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം അല്ലെങ്കിൽ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡി ബ്രോഗ്ലി. ഇതൊക്കെ പഠിച്ചവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഡി ബ്രോഗ്ലി അല്ലേ. CONH36Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എന്താണ്? 3 ആണ്. ഓപ്ഷൻ ബി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അപ്പം 39 സി, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 39 സി ആണ് വരിക. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏത് കണ്ടുപിടുത്തത്? ഇതൊക്കെ സ്ഥിരമായിട്ട് എക്സാമിനുകളാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ക്വാണ്ടം ഡോട്ട്സ് ആണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാന്നാണ്. നമുക്കറിയാം എന്താണ്? ബ്രഹ്മപുത്ര എന്താണ്? ഇന്ത്യയുടെ ചുവന്ന നദിയാണ്. കൊയ്ന നദി മഹാരാഷ്ട്രയുടെ ജീവനാഡിയാണ്. ഇപ്പോൾ പുതിയ SCERT പ്രകാരം ഗോദാവരി എന്ന് പറഞ്ഞാൽ എന്താണ്? ദക്ഷിണ ഗംഗയാണ്. മുമ്പ് നമ്മൾ പഠിച്ച കാവേരി എന്നാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എന്താണ്? ദാമോദർ എന്ന് പറഞ്ഞാൽ ആസാമിന് ദുഃഖമല്ല, ബംഗാളിൻ്റെ ദുഃഖമാണ്. അപ്പോൾ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എന്താണ്? ആസാമിന് ദുഃഖമായിട്ട് മാച്ച് ചെയ്തത് തെറ്റാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ഇട്ട ആൾ ആസാമിന് ദുഃഖം വെച്ചാണ് കൊടുക്കുക. അതുകൊണ്ട് ഓപ്ഷൻ നമുക്ക് ഇത് നോ ആൻസർ വരാണ്. ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ അത് പ്രകാരം എന്താണ്? ഈ ക്വസ്റ്റ്യൻ പ്രകാരം പ്രൊവിഷണൽ മേ ബി ആൻസർ കൊടുക്കുന്നത് എന്തായിരിക്കും? 41 ഏതായിരിക്കും? 41 ബി ആയിരിക്കും എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് കൊടുക്കാനുള്ള സാധ്യത. ഓക്കെ. താഴെ പറയുന്ന ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നതാണ്? ലിഗ്നൈറ്റ് ആണ് അല്ലേ. ഏതാണ്? 42 ഡി ആണ്. താഴെ പറയുന്ന RBIയുമായി ബന്ധമില്ലാത്തത്? വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ കറൻസിയാണ് RBI. ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക് ആണ്. സർക്കാരിന്റെ ബാങ്കാണ്. പാവപ്പെട്ടവന്റെ ബാങ്കാണ്. അത് തെറ്റാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം, ഇതൊക്കെ നോക്കിയതാണ് 1982 കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും. ഏതാണ്? നബാർഡാണ് ഓർമ്മ വരും. നബാർഡ് അല്ലെ. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആരാണ്? ദാദാബായ് നവറോജിയാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആണ് ചോദിച്ചിട്ടുള്ളത്. വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ് വരിക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ,
ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ ആള് റാംഡിയോ മിസ്രിയാണ്. ആരാണ്? റാംഡിയോ. അപ്പോൾ അതാണ് ഓപ്ഷൻ ഡി ആണ് വരിക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? UNEPL യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം സ്ഥാപിതമായത് 1972 ജൂൺ 5 അല്ലെ. നെയ്റോബിയാണ് ആസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു കാണും. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം 1971. അതും ശരിയാണ്. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ ആരംഭിച്ച വർഷം 1995. അത് തെറ്റാണ്. 1993. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരിക? ഓപ്ഷൻ സി 3 മാത്രം എന്നാണ് വരിക. എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുള്ള സാൽമോണ ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗങ്ങൾ. ഈ പറഞ്ഞ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. 3 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ് വരിക. അപ്പോൾ 49 ഏതാണ്? സി ആണ് ആൻസർ വരിക. 50ാമത്തെ ക്വസ്റ്റ്യൻ GKയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ഇത് മൊത്തം നമ്മൾ വെറുതെ വായിക്കണം എന്നില്ല. ഈ പുസ്തകം ഒന്ന് കൊടുത്തിട്ട് ദി 6th എക്സ്റ്റിങ്ഷൻ അൺനാച്ചുറൽ ഹിസ്റ്ററി ആരുടെ പുസ്തകമാണെന്ന് വെച്ചതാണ് അത്. ഇതൊക്കെ ഒരു റാങ്ക് മേക്കിംഗ് ഒക്കെ ആയിട്ട് വരാനുള്ള എലിസബത്ത് കോൾബർട്ട് ആണ്. ആരാണ്? എലിസബത്ത് കോൾബർട്ട്. 51ാമത്തെ ക്വസ്റ്റ്യൻ മാത്സ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിന്റെ ആൻസർ പറഞ്ഞു പോകുന്നുള്ളൂ. 51ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 6 ആണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്താ? ഓപ്ഷൻ ബി 500 ആണ് വരിക. 53ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 35 ആണ് വരിക. 54ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി 19 ആണ് വരിക. 55ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ശനിയാണ്. 56ാമത് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് വരിക. 56 എന്നാണ് ഓപ്ഷൻ എ 153 ആണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. 6 വരും. 58ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. 575 ആണ്. 59ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. 59 ഓപ്ഷൻ സി ഏതാണ്? 80 ആണ് വരിക. 60ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇത് ഓപ്ഷൻ ബി. 60 ഓപ്ഷൻ ബി 100 ആണ് വരിക. 60 ഓപ്ഷൻ ബി ആണ് 100. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. 63ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. 64ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ഇൻവാലിഡ് ആണ് വരിക. 66ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 66 ഓപ്ഷൻ എ ആണ്. 67 ഓപ്ഷൻ എ ആണ് വരിക. 68ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. 69ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ആദിപ്രരൂപമാണ് വരിക. ചെല്ലം പെരുത്താൻ ചിതലരിക്കും എന്താണ് അതിൻ്റെ ആൻസർ? 72 എ ആണ് വരിക. അതിവാത്സല്യം എന്താണ്? അപകടകാരിയാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? 73 ഏതാ വരിക? അതിൽ പൂജക ബഹുവചനം ഏതാ വരിക? വൈദ്യരാണ് അല്ലേ. ഏതാണ്? വൈദ്യരാണ്. 74 എന്താ വരിക? കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അപൂർവമായിട്ടുള്ള സംഭവമാണ് അല്ലേ. 74 ഡി ആണ്. 74 ഡി. കുതിരയുടെ അടുത്ത ക്വസ്റ്റ്യൻ 75ാമത്തെ ക്വസ്റ്റ്യൻ കുതിരയുടെ പര്യായമല്ലാത്തത് ഏത് എന്നാണ്. ഇപ്പോൾ 75 ഏതാ വരിക? നഗജാണ് വരിക. നഗജം. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. 76 എന്നാണ്? നായകൻ നായകി. 77 പറയുന്നത് അവൻ എന്ന പദത്തിനെ പിരിച്ചെഴുതുക. അവൻ ആ പ്ലസ് അന്നാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതല്ലേ. ആദേശസന്ധിക്ക് ഉദാഹരണമാണ് വിൻ പ്ലസ് തലം വിണ്ടലം അല്ലേ. ഓപ്ഷൻ ബി ആണ് വരിക. 79ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. 79 എന്താണ്? തിതീർഷന്റെ ഒറ്റപ്പദം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. തരണം ചെയ്യാനുള്ള ഇച്ഛ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? 80ാമത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഉഗ്രം അത്യുഗ്രമാണ് വരിക. അത്യുഗ്രം. നെക്സ്റ്റ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാം? നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. എന്താണ്? ചാരായം കൈവശം വെക്കുന്നത് എന്താണ്? കുറ്റകരമാണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഒരു സർക്കാർ അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും മദ്യം വാങ്ങി സമ്മാനമായി നൽകുന്നത് കുറ്റകരം അല്ല. അതെന്താണ്? ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അത് കുറ്റകരമാണ്. ഏത് മദ്യവും സമ്മാനമായി നൽകാം. അതെന്താണ്? അതും തെറ്റാണ്. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. അത് ശരിയാണ്. മദ്യം സമ്മാനമായി നൽകാൻ വേണ്ടി കേസെടുക്കുക. ഓപ്ഷൻ സി ആണ് എന്ത് വരിക? ഉത്തരം വരിക. 3ഉം 4ഉം എന്താണ്? ശരിയാണ്. 83 കേരളത്തിലെ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം ഏതാണ്? മഹാത്മാഗാന്ധി. ഈ പറഞ്ഞ എല്ലാ ദിവസങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? മദ്യഷോപ്പ് 83 ഓപ്ഷൻ എന്താണ്? എ ആണ് ആൻസർ വരിക. അതുപോലെ തന്നെ ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുമായി കലർത്തുന്നത് അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 84 ഏതാ വരിക? ബ്ലെൻഡിങ്. എന്താണ്? ബ്ലെൻഡിങ്. സി ബ്ലെൻഡിങ് ആണ് വരിക. 85 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷൻ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിന്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? ഓപ്ഷൻ ബി ആണ് വരിക. എത്രയാണ്? 50,000 രൂപയാണ് വരിക. 50,000 രൂപ. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വിർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? ചെയർമാൻ ആരാന്ന് വെച്ചാൽ ആരാണത്? 86 ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻ എ ആണ്. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിൽ ഏർപ്പെടുത്തിയുള്ള ടോൾ ഫ്രീ നമ്പർ ആണ് ഏതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. 87 എന്താണ്? 14405. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷൻ വിമുക്തി മിഷൻ ആരംഭിച്ചപ്പോഴാണ് 2016 എപ്പോഴാണ്? 2016. അവിടെ നമ്മളെ IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 2000 IT ആക്ട് പ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏതാണ്? നമ്മൾ IT ആക്ടിൽ പഠിക്കുകയാണ് ചെയ്യാൻ. ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക. ഏതാണ്? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനും IT ആക്ട് ആയിട്ട് ബന്ധപ്പെട്ടാണ്. 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യായമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? സി ആണ് വരിക. എന്താണ്? സി. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. അബ്കാരി നിയമപ്രകാരം എന്താണ്? എത്ര വയസ്സ് വരെ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ക്വസ്റ്റ്യൻ. അതേതാണ്? 23 വയസ്സാണ് വരിക. എത്ര? 23. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം വരിക. 92ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ENAയുടെ പൂർണ്ണരൂപം. ENAയുടെ പൂർണ്ണരൂപം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് ഓപ്ഷൻ ബി ആണ്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. അടുത്ത ക്വസ്റ്റ്യൻ NDPS നിയമപ്രകാരം താഴെ പറഞ്ഞ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 93 വരെ കേരളത്തിൽ കഞ്ചാവ് കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. ഇതൊക്കെ നമുക്ക് ലോജിക്കലി വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഓപ്ഷൻ അല്ലേ. അടുത്തെന്താണ്? ഗേജിങ് എന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഗേജിങ് എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുള്ളത്? എന്താണ്? ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഗേജിങ് എന്ന് പറയുക. അടുത്തെന്താണ്? NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിനെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടുമുള്ള മേലുദ്യോഗസ്ഥന് നൽകണം എന്നാണ് ചോദിച്ചത്. 72 മണിക്കൂറാണ്. ഓപ്ഷൻ ബി ആണ്. 72 മണിക്കൂർ. 96 കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജീൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ വീര്യം എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. 42 UP ആണ്. 42 UP ആണ് വരിക. ഓപ്ഷൻ ഡി. അതുപോലെ കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾ വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിന് അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? അതേതാണ്? അതും ഓപ്ഷൻ ഡി ആണ്. FL9 ലൈസൻസ് ആണ്. FL9 ലൈസൻസ് ആണ്. കോട്ട്പ ആക്ടിൽ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതു സ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത്? ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ. ഏതാണ്? ഓപ്ഷൻ സി വകുപ്പ് 4 ആണ്. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിർദ്ദിഷ്ട ദൂരപരിധികളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. ഇതും PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എത്രയാണ് ദൂരപരിധി എന്നാണ് ചോദിച്ചത്? എത്രയാണ്? 100 യാർഡാണ്. 100 യാർഡിനുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറഞ്ഞ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ് കുറഞ്ഞ പരിധി വരിക? 18 വയസ്സാണ്. എത്രയാണ്? 18 വയസ്സ്. അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങളെ അതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. നമ്മൾ ജസ്റ്റ് ആൻസർ പെട്ടെന്ന് നമ്മളൊരു ഇത് വെച്ചുള്ള ആൻസറാണ് ചെയ്തിട്ടുള്ളത്. ഫൈനൽ ആൻസർ പ്രൊവിഷണൽ ആൻസർക്ക് വരുമ്പോൾ മേ ബി ചില ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് 100ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ.